സീക്രട്ട് ടാസ്കിൽ ആര്യനെ സഹായിക്കാനായിട്ട് നമ്മുടെ അക്ബർ കാക്കയും കൂടെ ആര്യന്റെ കൂടെ കൂടിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പിസയൊക്കെ കഷ്ടപ്പെട്ട് കുത്തിക്കയറ്റി തിന്നുന്നതാണ് ഇപ്പൊ ഞാൻ ലൈവിൽ കണ്ടതേ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയോടത്തുനിന്ന് തന്നെ തുടങ്ങാം. അതായത് ബിഗ് ബോസ് നമ്മുടെ നൂറേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. മോളെ നിന്റെ ഗെയിമിനെ നീ വിലയിരുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബിന്നി വരുന്നുണ്ട്, ഇങ്ങനെ ഓരോ ആൾക്കാർ വരുന്നുണ്ട്. ആര്യനെ വിളിക്കുന്നുണ്ട്. ആര്യനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ ഏറ്റവും കൂടുതൽ 28 പോയിന്റ്സും കൊണ്ടൊക്കെ ജയിച്ച ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പവറൊക്കെ ഇപ്പോൾ ആര്യന് കിട്ടും. അതൊക്കെ വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ബിഗ് ബോസ്. ഒരു സീക്രട്ട് ടാസ്ക് ആര്യൻ അങ്ങോട്ട് ബിഗ് ബോസ് കൊടുക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ മോനെ നിനക്ക് ഞാനൊരു ടാസ്ക് തരുന്നു. ടാസ്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭക്ഷണ സാധനങ്ങൾ നീ എടുത്ത് കഴിക്കണം. ഞാൻ പറയും, ഞാൻ നിനക്കൊരു ഫോൺ തന്നിട്ടുണ്ട്, ഒരു ഫോൺ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നീ കൈ വെക്കുക, ഞാൻ ഇടയ്ക്ക് വിളിക്കും, ആരും കാണാതെ നീ കോൾ എടുക്കണം. എന്നിട്ട് ഫുഡ് എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറയും, നീ പോയി ആ ഫുഡ് എടുക്കുക, കഴിക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് കഴിക്കുമ്പോൾ വേറൊരാളും കാണാൻ പാടില്ല. പിന്നെ ടോയ്ലറ്റിലൊന്നും പോയി ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു സാധനമാണ് ബിഗ് ബോസ് കൊടുക്കുന്ന നല്ല 8ന്റെ പണി. പക്ഷെ ആരും നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അവന് ബർഗറാണ് കിട്ടുന്നത്. ആ ബർഗറിന് കോള് വന്നപ്പോഴത്തേക്ക് ഗാർഡൻ ഏരിയയിൽ തുണി വിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വ്യാജേന പോയി കുടയൊക്കെ എടുത്ത് ഇങ്ങനെ ചൂടി നിന്നിട്ടാണ് അവൻ ആ കോളൊക്കെ എടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് ബർഗർ എടുത്ത് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ അക്ബർ കൂടുന്നത് കൂടെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ടാസ്ക് നമ്മുടെ ആര്യർ കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ വരുന്നുണ്ട്. നെവിൻ വന്ന് കയറിയപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നമുക്കിനി എപ്പിസോഡിൽ കാണാം, ലൈവിൽ കാണുന്നില്ല ആര്യൻ നെവിനോട് ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തതിനെ പറ്റിയൊന്നും പറയുന്നതൊന്നും കണ്ടില്ല. പക്ഷെ നെവിൻ കയറി വന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് ടാസ്ക് ഒക്കെ തരുമോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞെട്ടിപ്പോകുന്നു. കണ്ട ഞാനും ഞെട്ടിപ്പോയി. ഇവരിത് എങ്ങനെ അറിഞ്ഞു? മണത്തറിഞ്ഞോ ഇവൻ? എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കും, ബിഗ് ബോസ് എന്തെങ്കിലും ഒരു സീക്രട്ട് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ താ ബിഗ് ബോസ്, ബോറാണ് ബിഗ് ബോസ് ഇവിടെ എന്നൊക്കെ രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആര്യൻ അനീഷിനെയും ആര്യൻ കൊള്ളാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ആര്യനും ജിസയിലും ഇങ്ങനെ ഒന്നിച്ച് നിന്നപ്പോഴായിരുന്നു ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻസും ഇവരുടെ രണ്ടുപേരുടെ, ഇപ്പൊ ജിസേലിനെ തൊട്ട് കഴിഞ്ഞാൽ ആര്യൻ ചാടി വീണ് കോൺടാക്ട് ഉണ്ടാക്കുന്നു, ആര്യനെ തൊട്ട് കഴിഞ്ഞാൽ ജിസേൽ ചാടി വീണ് കോൺടാക്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആര്യൻ എല്ലാവരുടെയും ഓടി നടന്ന് ഭയങ്കര എന്റർടൈനിങ്ങും ഭയങ്കര ഒരു ഗുമ്മുണ്ട് ആര്യന്റെ കളി ഒരുപാട് മെച്ചപ്പെടുന്നുണ്ട്. പിടികിട്ടിയില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് തുടക്കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാതെ ഒരാൾ ചിലപ്പോൾ പോവുകയാണെങ്കിൽ മറ്റാൾ ഗംഭീരമായിട്ട് കയറി വരും. ആര്യൻ എന്താണെങ്കിലും ഗംഭീരമായിട്ട് കയറി വരുന്നുണ്ട്. ആര്യൻ നമ്മുടെ സാബുമാനെയും അനുമോളെയും അനീഷേട്ടനെ ഇങ്ങനെ ചെറുതായിട്ട് അഭിനയിച്ച് കാണിച്ചൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ നടപ്പുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് അനീഷേട്ടനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അനീഷ് വരുമോനെ വരൂ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അനീഷിനെ വിളിച്ചിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, മോനെ അവിടെ ലെറ്റർ ഇരിപ്പുണ്ട്, നീ എടുത്ത് വായിക്കുക. അതല്ല അനീഷ് കയറി വരുമ്പോൾ രസമാണ്. അനീഷ് കയറി വന്ന ഉടനെ ബിഗ് ബോസിനോട്, ബിഗ് ബോസ് സുഖമാണോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നു. ബിഗ് ബോസിനത് കേട്ടപ്പോൾ ഒരു സന്തോഷം വന്നതാണ്. ബിഗ് ബോസ് പറയുന്നു, സുഖമാണ് അനീഷ്, നല്ല സുഖമുണ്ട്. അനീഷിന് എങ്ങനെയുണ്ട്, സുഖമാണോ? ആ സുഖമുണ്ട് ബിഗ് ബോസ് എന്നൊക്കെ അനീഷും പറയുന്നുണ്ട്. എന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാൻ പറയുന്നുണ്ട്. ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. ടാസ്ക് ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ടും കോമഡി അവിടെ ഇരുന്നുകൊണ്ട് ആ ടാസ്കിനെ ഡീറ്റെയിൽ ചെയ്യുമോ അനീഷേട്ടൻ. ഉടനെ ബിഗ് ബോസ് വിളിക്കുന്നത്, എൻ്റെ പൊന്നനീഷ് എന്താടാ ഇത് എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണെങ്കിൽ പോലും അനീഷിനോട് ഇഷ്ടമുണ്ട്. അനീഷിന്റെ ആ ഒരു സ്വഭാവം ചൊറിഞ്ഞ് സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, പിന്നെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ രസമാണ്. പുള്ളിയുടെ ഗെയിം കളിക്കുകയാണ്, മനസ്സിലായില്ലേ? അത് വെറുപ്പിച്ചോണ്ടുള്ള ഗെയിം, അത്രേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇങ്ങനൊരു ടാസ്ക് ലെറ്റർ അനീഷേട്ടൻ വായിക്കുന്നു ബിഗ് ബോസിൻ്റെ അടുക്കൽ നിന്ന്. എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ടാസ്കിനെ വിവരിക്കുന്നു. അവരൊരു ടാസ്ക് കളിക്കുന്നു. ഡെയിലി ടാസ്ക് ആണ്. സംഭവം വേറൊന്നുമല്ല, അനീഷേട്ടനാണ് ഈ റഫറി ആയിട്ട്, വിധികർത്താവായിട്ട് നിൽക്കുന്നത്. റഫറി അല്ല, വിധികർത്താവായിട്ട്. പിന്നെ ബാക്കിയുള്ള 10 പേരിൽ 5 പേര് വെച്ച് 2 ടീമാവുന്നു. ഒരു ടീമിൽ നമ്മുടെ ഷാനവാസ്, ആദില, നൂറ, അനുമോള്, ആര്യൻ, ഇവർ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു തിക്ക് ഗ്രൂപ്പാണ്. ബാക്കി എല്ലാവരും അനീഷിനേട്ടനെ ഒഴിച്ച് ബാക്കി അക്ബർ, ബിന്നി, അവരെല്ലാവരും വേറൊരു ഗ്രൂപ്പ്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 പേര് ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് പെൻസിലുണ്ടല്ലോ, ഇപ്പം ഞാൻ ഒരു പേന വെച്ചിട്ടൊരു എക്സാമ്പിൾ കാണിക്കാം. ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ പെന്ന് കുത്തുന്നു. എന്നിട്ട് അപ്പുറത്ത് മറ്റൊരാളുടെ കൈ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു പോയി അവിടെയുള്ള ബൗളിൽ ഓരോ പെൻസിൽ വെച്ച് ഇങ്ങനെ എല്ലാവരും കറങ്ങി ഇടണം. ഇതാണ് സംഗതി. പ്രൊമോയിൽ നിങ്ങളൊരു സംഭവം കണ്ടില്ലേ, നമ്മുടെ ആദിലെ ഷാനവാസും കൂടി ഒരു ചെറിയൊരു കലിപ്പ്, ആദിലെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്, അത് ഈ ഒരു ടാസ്കിനിടയ്ക്കാണ്. അത് വേറൊന്നുമല്ല,
ഈ ഒരു ടാസ്കിനിടയ്ക്ക് ഇങ്ങനെ പെൻസിൽ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ ഷാനവാസിന്റെ ഒന്നും ടീമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആദിലയുടെ കൈക്കൊട്ടൊരു അടി അടിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സംഗതി. അതിന് നല്ല രീതിയിൽ നൊന്തം തോന്നുന്നു, അതിന്റെ ഒരു കലിപ്പ് ആദിലയുടെ മുഖത്തുണ്ട്. പിന്നെ ഷാനവാസിക്ക് ആയതുകൊണ്ട് തന്നെ മോള് ഒന്നും മിണ്ടുന്നില്ല കൂടുതലൊന്നും. അത് അനീഷോ വേറെ വല്ലോരോ ആയിരിക്കണം. എൻ്റെ പൊന്നെ, ഫിസിക്കൽ അസാൾട്ട് എന്നും പറഞ്ഞ് വൺ സീൻ ചിലപ്പോൾ ഉണ്ടാക്കിയേനെ നമ്മുടെ ആദില മോള്. ഷാനവാസ് ആകുമ്പോൾ പിന്നെ ഒന്നും മിണ്ടത്തില്ല, അടിമയാണല്ലോ ഷാനവാസിന്റെ. അപ്പൊ പിന്നെ ഒന്നും മിണ്ടത്തില്ല, മിണ്ടാതെ അവിടെ ഇങ്ങനെ നിപ്പുണ്ട്. അടിമ എന്നൊന്നും പറയുന്നില്ല, ഷാനവാസിന്റെ ബ്രില്യൻ ഗെയിം അത്രേ ഉള്ളൂ. ഇവള് പോയി അടിമയാവാൻ നിന്നു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ അതിനെ. അപ്പൊ എന്താണെങ്കിലും ആ ഒരു ടാസ്ക് ഒക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ അക്ബറിന്റെ ഒക്കെ ടീം, അക്ബർ, ലക്ഷ്മി, ബിന്നി, ഇവരുള്ള നെവിനൊക്കെയുള്ള അവരുടെ ആ ഒരു ഗ്രൂപ്പാണ് എന്തായാലും ജയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യന്റെ ആദ്യത്തെ സീക്രട്ട് ബർഗർ കഴിക്കുന്ന ആ പരിപാടിയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷാനവാസിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഷാനവാസിനെ കൂട്ടുപിടിച്ചിട്ട് പിസ നമ്മുടെ ആക്ടിവിറ്റി റൂമിലൊക്കെ വന്നിട്ടുണ്ട്. ബർഗറും ആക്ടിവിറ്റി റൂമിലായിരുന്നു വെച്ചിരുന്നത് ബിഗ് ബോസ്. പിസ നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ ഇരിപ്പുണ്ട്. അവിടുന്ന് 2 പേരും കൂടെ പോയി എടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അതും കഴിച്ച് തീർക്കുന്നുണ്ട്. അത് കഴിച്ച് തീർന്നിട്ട് പുറത്തിരുന്ന കഴിക്കുന്നത്. ആ കഴിച്ച് തീർത്ത് താഴെയൊക്കെ പൊടിയൊക്കെ വീഴുമല്ലോ, ആ സ്ഥലം മൊത്തവും ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് 2 പേരും. ആരും കൊള്ളാം, ആര്യൻ്റെ ഗെയിമൊക്കെ നൈസായിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ അക്ബർ കാക്ക ആര്യനോടൊരു കാര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ അത് ശ്രദ്ധിച്ചില്ല, ഇന്ന് പ്രോപ്പറായിട്ട് എനിക്കത് കേൾക്കാൻ സാധിച്ചു. അത് വേറൊന്നുമല്ല, ഇന്നലത്തെ നമ്മുടെ ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ടാസ്കിൽ നമ്മുടെ നന്ദിനിക്കുട്ടി അനുമോളുടെ മറ്റേ കുടയുണ്ടല്ലോ, ആ കുട അടിച്ചു മാറ്റി വെച്ചിരുന്നത് നമ്മുടെ അക്ബർ കാക്കയാണ്. പിന്നെ ഗ്ലൗസും ഒക്കെ മാറ്റി വെച്ചിരുന്നത് അക്ബർ കാക്കയാണ്. അതിനുള്ള കാരണം അക്ബർ കാക്ക പറയുന്നത് ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബർ കാക്കാൻ്റെ മുണ്ടേ കയറി പിടിച്ചെന്നോ, പിന്നെ അക്ബർ കാക്ക കുട വെച്ച് കുത്തിയെന്നോ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ കാക്കയ്ക്ക് ദേഷ്യം കയറിയിട്ട് പ്രോപ്പർട്ടിയൊക്കെ അടിച്ചു മാറ്റി വെക്കുന്നത്. അക്ബർ കാക്ക എന്താണ് അക്ബർ കാക്ക ഇങ്ങനെ? ഒരു ഗെയിമിനിടയ്ക്ക് നടക്കുന്ന സാധനങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് അതിൻ്റെ പേരിൽ ദേഷ്യം കാണിച്ച് പ്രോപ്പർട്ടി അടിച്ചു മാറ്റി വെക്കുന്ന കൊച്ചു പിള്ളേർ തന്നെക്കാട്ടിലും ഇച്ചിരി ബോധം പൊക്കണമുള്ളവരായിരിക്കുമല്ലോ അക്ബർ കാക്ക. എനിക്ക് അങ്ങനെ തോന്നി. നാളെ ഇവനൊക്കെ ഇനി അനുമോളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഭയങ്കര ദേഷ്യമുള്ള മൈൻഡൊക്കെയാണ് ഈ അക്ബറിൻ്റെ എന്നൊക്കെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ഇപ്പോഴും നമ്മുടെ ലക്ഷ്മി, അനുമോള്, സാബുമോൻ, ആദില, നൂറ, അക്ബർ ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.